ഹായ് ഫ്രണ്ട്സ്, ഉമ്മീസ് കിച്ചണിലേക്ക് സ്വാഗതം. ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ വീഡിയോയ്ക്ക് വേണ്ടി ബെല്ലൈക്കണും മുകളിൽ ക്യാപ്ഷനും അമർത്തിയാലേ ഞാനിടുന്ന വീഡിയോയ്ക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വളരെ എളുപ്പത്തിൽ എങ്ങനെ നെയ്ച്ചോറ് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി എടുത്തേക്കുന്നത് 1 കിലോ ബർക്കത്തരിയാണ്. അത് അളവിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഇടേണ്ടതാണ്. ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് അരിയിട്ട് വെള്ളമൊഴിച്ച് അല്പനേരം കുതിർത്താൻ മാറ്റി വെക്കുക. ആദ്യം നമുക്ക് ഗാർണിഷിംഗ് പരിപാടിയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ചൂടായി വന്നതിന് ശേഷം നമുക്ക് കാഷ്നട്ട് ആദ്യം ചേർക്കേണ്ടത്. അത് ബ്രൗൺ കളറാവുന്നത് വരെ ഇളക്കി കരിഞ്ഞു പോകാതെ നമുക്ക് കോരി മാറ്റി വയ്ക്കാം. കിസ്മിസ് ഇട്ട് കൊടുക്കാം. അതൊന്ന് വീർത്ത് വരുന്നത് വരെ ഇളക്കി നമുക്ക് കോരി മാറ്റി വയ്ക്കാം. നെയ്ച്ചോറിലേക്ക് ഒരു ചെറിയൊരു കളർഫുള്ളിന് വേണ്ടിയിട്ട് ഞാനിവിടെ വേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. കരിഞ്ഞു പോകാണ്ട് നമുക്ക് കോരി മാറ്റാം. കനം കുറച്ച് അരിഞ്ഞേക്കുന്ന സവാള ഒന്ന് നമുക്ക് മൊരിയിപ്പിച്ചെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് കോരി മാറ്റാം. നെയ്ച്ചോറ് തയ്യാറാക്കാനായിട്ട് നമുക്ക് അടുപ്പത്തേക്ക് ഒരു പോട്ട് വെച്ച് കൊടുക്കാം. പോട്ട് ചൂടായി വരുമ്പോൾ ഓയിൽ ഒഴിച്ച്, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഓയിൽ ചൂടായി വരുമ്പോൾ ഏലക്ക, പട്ട, ഗ്രാമ്പു, പെരിഞ്ചീരകവും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാനിവിടെ അരി അളന്ന പാത്രത്തിൽ തന്നെയാണ് വെള്ളം ഒഴിക്കുന്നത്. ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളം എന്ന കണക്കിനാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. കുറച്ച് ഉപ്പിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ ഇവിടെ കഴുകി ഊറ്റി വെച്ചിരുന്ന അരി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു നാരങ്ങയും കൂടി പിഴിഞ്ഞ് ചേർക്കണം. അരി വെന്ത് കുഴഞ്ഞ് പോവാതിരിക്കാനാണ് അത് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. അടിയിൽ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിനാണ് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ പറയുന്നത്. ഇവിടെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. കുറച്ചും കൂടെ വെള്ളം പറ്റാനുണ്ട്. നമുക്കൊന്നുകൂടെ അരി തട്ടിപ്പൊത്തി മൂടി വയ്ക്കാം. കുറച്ചൊക്കെ തുറന്നു നോക്കിയപ്പോൾ അടിപൊളിയായിട്ട് ചോറൊക്കെ വെന്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇളക്കി കൊടുത്തു നോക്കാം. അടിയിലൊന്നും പിടിക്കാതെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലോണം ചോറൊക്കെ വെന്ത് ഒട്ടും ഒട്ടി പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്ച്ചോറിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനായിട്ടൊരു കടായിയോ അതുപോലെ വലിയൊരു കയ്യിലോ ചേർത്ത് നമുക്ക് ഗ്യാസുമേ കാണിച്ച് ഒന്ന് നെയ്യ് ചൂടാക്കി അതിലേക്ക് കുറച്ച് കളർഫുള്ളിന് വേണ്ടിയിട്ട് ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്തത് ഗാർണിഷിംഗ് പരിപാടി. സവാളയൊക്കെ ഇട്ട് കാഷ്നട്ടും വേപ്പിലയും ഒക്കെ ഇട്ട് നമുക്കൊന്ന് സെറ്റാക്കി വെക്കാം. അടിപൊളി നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് വിളമ്പി സ്വാദിഷ്ടമായ നെയ്ച്ചോറ് ഇവിടെ തയ്യാറായി നമുക്ക് കഴിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഓളെന്ന ക്യാപ്ഷൻ ഞെക്കിയാൽ കൂടുതൽ വീഡിയോകൾ കിട്ടുള്ളൂ. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റ, ബൈ ബൈ.